കാരുണ്യാലയ ദേവദേവ ഭഗവൻ കാരുണ്യവും വളരേണം ഗുരുഭക്തിയോടും സത്യം സദാചാരവും പാരം നീതിയുമാരിലും വിനയവും ഭൂരീന്ദ്രനിൽ ഭക്തിയും വെറുമിച്ചു വളർത്തണം കരുണയാം വർഷം ഒഴിക്കപ്പെടും. 60 വർഷം മുൻപുള്ള നമ്മുടെ പള്ളിക്കൂടങ്ങളിലെ പ്രാർത്ഥനയാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന. നമസ്കാരം. പുരാണങ്ങളിലെ ജരാസന്ധൻ. ജരാസന്ധനെ പറ്റി അറിയേണ്ട കാര്യമുണ്ട്. കാരണം മഹാഭാരതത്തില് അതിശക്തന്മാരായ ധാരാളം ഭരണാധികാരികളുണ്ടായിരുന്നെങ്കിലും ജരാസന്ധനെ പോലെ അമിത ബലവാനായ ഒരു കഥാപാത്രം വളരെ അപൂർവമാണ്. പിന്നെ നമ്മുടെ ബംഗാളിലെ ഒരു നോവലിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ജരാസന്ധൻ എന്നാണ്. ഞാൻ അദ്ദേഹത്തിന്റെ നോവലൊന്നും വായിച്ചിട്ടില്ല. ദുർഗേശൻ നന്ദിനിയും ഒക്കെ വായിച്ചിട്ടുണ്ട്, ബീഗം മേരി വിശ്വാസ് വായിച്ചിട്ടുണ്ട്. പക്ഷെ ജരാസന്ധന്റെ നോവലൊന്നും വായിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ മഹാഭാരതത്തിലെ ജരാസന്ധൻ, അതായത് കംസന്റെ ഭാര്യമാര് രണ്ടുപേരുണ്ട്, അവരുടെ അച്ഛൻ, അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇതിലൊക്കെ പുറമെ യുഗപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനുമായി 28 പ്രാവശ്യം യുദ്ധം ചെയ്തിട്ടുണ്ട് ജരാസന്ധനുമായി. അങ്ങനെയുള്ള അമിത ബലവാനാണ് ജരാസന്ധൻ. ഇന്നത്തെ ബീഹാറിലെ മഗധ, 5000 വർഷം മുൻപ് മഗധയിലെ രാജാവ്, അദ്ദേഹത്തിന് മക്കളില്ല, 2 ഭാര്യമാര്. മക്കളില്ലാത്ത മഹാരാജാവ് അതീവ സങ്കടത്തോടുകൂടി ജീവിച്ചിരുന്ന കാലത്ത് ഒരു യോഗവേദിയൻ അവിടെ എത്തുന്നു, ഒരു സാധാരണ യോഗി. അന്ന് അദ്ദേഹം ഒരു ദിവസത്തെ ആതിഥ്യമൊക്കെ അവിടെ കഴിച്ചു കൂട്ടി പോകാൻ നേരം ഒരു മാമ്പഴം കൊടുത്തു രാജാവിന്. ഈ മാമ്പഴം ഇഷ്ടപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാൻ സന്യാസി പറഞ്ഞിട്ട് അദ്ദേഹം പോയി. 2 ഭാര്യമാരോടും ഒരുപോലെ സ്നേഹമുള്ള മഹാരാജാവ് ഈ മാമ്പഴം 2ആയിട്ട് ഭാഗിച്ച് അവർക്ക് കൊടുത്തു. അങ്ങനെ ആ മാമ്പഴം അവർ കഴിച്ചു. ക്രമേണ അവർ 2 പേരും ഗർഭിണികളായി മാസങ്ങൾ കഴിഞ്ഞു. രാജ്ഞിമാർ ഒരേ ദിവസം തന്നെ പ്രസവിച്ചു. പ്രസവിച്ചപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, 2 കീറ്റ്, അതായത് 2 ഭാഗം, ഒരു കുഞ്ഞിനെ 2ആയി കീറിയത് പോലെ 2 ഭാഗങ്ങൾ 2 അമ്മമാര് പ്രസവിക്കുന്നു, അത് ജീവനോടുകൂടി. ഇത് രാജാവ് അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് കരുതി രാജ്ഞിമാര് രഹസ്യമായി ഈ കുഞ്ഞുങ്ങളെ തോഴിമാരെ ഏൽപ്പിച്ച് കൊണ്ട് ഉപേക്ഷിക്കാം. തോഴിമാര് ഈ കുഞ്ഞുങ്ങളുടെ ആ ശരീരഭാഗങ്ങളുമായി അടുത്തുള്ള വനത്തിൽ പോയി ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു എന്നാണ് പുരാണത്തിൽ പറയുന്നത്. അർദ്ധരാത്രി ആയപ്പോ ജര എന്ന പേരുള്ള ഒരു രാക്ഷസി തന്റെ ഇര തേടി ഇറങ്ങി വരുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ട് ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കിയപ്പോ 2 കുഞ്ഞുങ്ങൾ, അതായത് 2 ഭാഗങ്ങളുള്ള ഒരു കൈയും ഒരു കാലും ഉടലിന്റെ പകുതി, അങ്ങനെ 2 ഭാഗം. ജര ഈ കുഞ്ഞുങ്ങളെ 2 പേരെയും ഒരേപോലെ തന്നെ താങ്ങിയെടുത്ത് ചേർത്ത് വെച്ചു. അത്ഭുതം! ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ ഒന്നായി, ഒറ്റ കുഞ്ഞായി. അപ്പോ ജര, അവൾ രാക്ഷസിയാണെങ്കിലും അവൾക്കുണ്ടല്ലോ ഒരു മനസ്സ്. അങ്ങനെ ജര വിചാരിച്ചു, ഈ കുഞ്ഞിനെ രാജാവിന് സമർപ്പിക്കാം, അദ്ദേഹത്തിന് വലിയ സന്തോഷമാവും. മാത്രമല്ല മഹാരാജാവിന് മക്കളുമില്ലല്ലോ. അപ്പോ ജര അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. രാജാവിന് മക്കളില്ല എന്നും ഉള്ള കാര്യം അറിയാം. അങ്ങനെ അർദ്ധരാത്രിയിൽ ഈ ജര കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് വെച്ചു. വെച്ചിട്ട് ജര വരികയിൽ പോയി. അപ്പോ ഭടന്മാർ മുഖാന്തരം അറിഞ്ഞ് രാജാവ് ഇറങ്ങി വന്നു, കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിനെ കണ്ടപ്പോ അന്വേഷിച്ചു കാര്യങ്ങൾ. ജര എന്ന രാക്ഷസിയാണ് ഈ കുഞ്ഞിനെ എവിടെ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ രാജ്ഞിമാർ ഈ വിവരം അറിഞ്ഞു. അവര് രാജാവിനോട് മാപ്പ് പറഞ്ഞു. കാരണം ഇത് രാജാവിന്റെ കുഞ്ഞുങ്ങളാണെന്നും അങ്ങനെ പ്രസവിച്ചപ്പോൾ 2 ഭാഗങ്ങളായിരുന്നുവെന്നും കാട്ടിൽ ഉപേക്ഷിച്ചതായിട്ടുള്ള കഥകൾ പറഞ്ഞു. രാജാവെല്ലാം കേട്ടു. കുഞ്ഞിനെ എടുത്ത് മറോട് അണച്ചിട്ട് ജര എന്ന രാക്ഷസി സന്ധിച്ചത് കൊണ്ട് ജരാസന്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടു.
അങ്ങനെ കുഞ്ഞിന് പേരിട്ടു. അതാണ് ജരാസന്ധൻ. ജര എന്ന രാക്ഷസി സന്ധിപ്പിച്ചത് കൊണ്ട് ജരാസന്ധനായി. ജരാസന്ധൻ വളർന്നു, യുവരാജാവായി, മഗധയുടെ അധിപനായി, പരാക്രമശാലിയായി, അതിബലവാനായി. മഹാഭാരതത്തിൽ ഏറ്റവും ശക്തനായ ഒരു കഥാപാത്രമാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം വിവാഹം കഴിച്ചു. 2 മക്കളുണ്ടായി. 2 പെൺമക്കളെ കംസൻ വിവാഹം കഴിച്ചു. ജരാസന്ധൻ അമിത ബലവാനായിരുന്ന കാലത്താണ് ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡവരെ രാജസൂയ യാഗം നടത്താൻ തീരുമാനിക്കുന്നതും. അങ്ങനെ ആ രാജസൂയത്തിൽ ധർമ്മപുത്രര് തന്റെ അംഗരാജാക്കന്മാര്, സാമന്ത രാജാക്കന്മാരെല്ലാം കപ്പം കൊടുത്തു. ഇനി കപ്പം കൊടുക്കാൻ ജരാസന്ധൻ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞു. അപ്പോ ജരാസന്ധനുമായിട്ട് അതിന് മുൻപ് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അനേക യുദ്ധങ്ങൾ നടത്തി. 1ഉം 2ഉമല്ല, 28 യുദ്ധങ്ങൾ നടത്തി. അതിലെല്ലാം അതിജീവിച്ചയാളാണ് ജരാസന്ധൻ. അപ്പോ ഭഗവാൻ ഒരു കാര്യം മനസ്സിലായി, തന്നെ കൊണ്ടല്ല ജരാസന്ധൻ മരിക്കേണ്ടത്, മറ്റൊരാൾ മുഖാന്തരമാണെന്നുള്ള സത്യം ഭഗവാൻ അറിയാം. അങ്ങനെയുള്ള കാലത്താണ് രാജസൂയ യാഗം നടത്തുന്നതും. ഈ രാജസൂയ യാഗത്തിലേക്ക് കപ്പം കൊടുക്കണം, അതല്ലെങ്കിൽ കീഴടങ്ങണം എന്നുള്ള ആജ്ഞ കിട്ടി. എല്ലാ രാജാക്കന്മാരും അതനുസരിച്ചു. പക്ഷേ ജരാസന്ധൻ മാത്രം അനുസരിച്ചില്ല. ഈ വിവരം അറിഞ്ഞ് കൃഷ്ണനും ഭീമസേനനും അർജുനും കൂടി വേഷം മാറി ബ്രാഹ്മണരായി ജരാസന്ധനെ കൊട്ടാരത്തിലെത്തുന്നു. കൊട്ടാരത്തിലെത്തി ജരാസന്ധനെ വെല്ലുവിളിക്കുന്നു. ദ്വന്ദ്വയുദ്ധത്തിൽ ജരാസന്ധൻ ഇറങ്ങി വരുന്നു. അപ്പോൾ അനേകം പേരുമായി ദ്വന്ദ്വയുദ്ധം നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ ജരാസന്ധൻ ജയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളാണ് ജരാസന്ധൻ. അപ്പൊ ഇറങ്ങി വന്നപ്പോൾ കൃഷ്ണനെയും അർജുനെയും ഒഴിവാക്കിക്കൊണ്ട് പറഞ്ഞു, ഭീമസേനുമായി അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ആളുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യാം, തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ജരാസന്ധനും ഭീമസേനുമായി യുദ്ധം പിറ്റേന്ന് മുതൽ ആരംഭിച്ചു. 27 ദിവസം നീണ്ട യുദ്ധത്തിൽ 2 പേരും പരാജയമോ വിജയമോ ആകാതെ അങ്ങ് നിൽക്കുന്ന സമയത്ത് രാത്രിയിൽ 27ാമത്തെ ദിവസം രാത്രിയിൽ കൃഷ്ണൻ ഭീമസേനോട് പറയുന്നു, ഒരു വെറ്റയെടുത്ത് 2ആയിട്ട് കീറി തിരിച്ചും മറിച്ചും ഇട്ട് കാണിച്ചു കൊടുത്തു. കാരണം ജരാസന്ധൻ അങ്ങനെയാണ് ഉണ്ടായത്. ജന്മം കൊണ്ട് വ്യത്യസ്തനാണ് ജരാസന്ധൻ. 2 ഉടലായിരുന്ന ആളെ ഒരുമിപ്പിച്ചു. അതുകൊണ്ട് മരണസമയത്തും അങ്ങനെ 2ആയിട്ട് കീറി തിരിച്ചും മറിച്ചും ഇടണം, എങ്കിൽ മാത്രമേ ജരാസന്ധന്റെ ജീവൻ കടന്നു പോകൂ എന്ന് കൃഷ്ണൻ പറയുന്നു. അതനുസരിച്ച് പിറ്റേന്ന് നടന്ന ഉഗ്രമായ ദ്വന്ദ്വയുദ്ധത്തിൽ ഭീമസേനൻ ജരാസന്ധനെ 2ആയിട്ട് വലിച്ചു കീറി തിരിച്ചും മറിച്ചു വിട്ടു. അത്ഭുതം, ജരാസന്ധൻ മരിച്ചു. അങ്ങനെയാണ് ജരാസന്ധന്റെ മരണം. ജനനത്തിലും മരണത്തിലും വ്യത്യസ്തനായ അമിത ബലവാനായ സാക്ഷാൽ ജരാസന്ധന്റെ കഥ ഇങ്ങനെയാകുന്നു. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു. ഇതുപോലെ നമ്മുടെ പുരാണത്തിൽ അതിഗംഭീരന്മാരായ, അതായത് നമുക്ക് നമ്മുടെ സങ്കല്പത്തിന് അപ്പുറമുള്ള വിചിത്ര സ്വഭാവങ്ങളുള്ള മരണത്തിലും ജനനത്തിലും അത്രമാത്രം വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ 100 ധാരാളം കഥാപാത്രങ്ങളുണ്ട്. ഇന്ന് തൽക്കാലം നമസ്കാരം.